പ്രിയപ്പെട്ട സംസാരം, പ്രിയപ്പെട്ട കൈപ്പുറ അവസരമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിലൂടെ ഇത് സംസാരിക്കേണ്ടിയിരുന്നത് നമ്മൾ പ്രിയപ്പെട്ട പ്രവീണാന്തിരത്തായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞില്ല. കാരണം ഇന്നലെയാണ് ഞാൻ അദ്ദേഹത്തിന് ഇതിന്റെ സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുത്തത്. യാദൃശ്ചികമായിട്ടാണ് ഈ പുസ്തകത്തെക്കുറിച്ച് അറിയാൻ ഇടവന്നത്. അത് ഞാൻ നാട്ടിലായിരുന്നു സമയത്ത്. കുറച്ചു ദിവസം മുമ്പ് എന്റെ സുഹൃത്ത് ഷാജ് വനീഫിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വാർത്തത്തെ നാട് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉണ്ട്, അത് ഞാനതിന്റെ സോഫ്റ്റ് കോപ്പി അയച്ചു തരാം, അത് വായിച്ചാൽ മതി. അങ്ങനെ PDF എനിക്ക് കിട്ടി. ഈ ഞങ്ങളുടെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് അത് മുഴുവനായിട്ട് തീർക്കാൻ പറ്റില്ല. വാങ്ങിച്ചിട്ട് അതിന്റെ വായന നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രവാസി ദേശത്തെ വായിക്കുന്നു എന്നൊരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ്, അതെനിക്ക് അറിയില്ല, ഞാൻ വായിക്കാനിടയായി. ആ ഒരു പുസ്തകത്തിൽ നിന്നും വാർത്തത്തെ നാട്ടിലേക്ക് വരുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ തിരിച്ചറിവുകൾ, അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നിലപാടുകൾ വ്യത്യാസം വന്നു എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളെ പുസ്തകത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പിനമ്പോട് എന്ന എഴുത്തുകാരൻ, സാമൂഹ്യ പ്രതിബദ്ധതകൾ എഴുത്തുകാരൻ, സാംസ്കാരിക രംഗവും സാമൂഹ്യ രംഗങ്ങളും ശക്തമായി ഇടപെടുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് സാമ്പിനമ്പോടിന്റെ ഈ പുസ്തകത്തെയും ആദ്യം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പുസ്തകത്തെ വെച്ച് വിലയിരുത്തുമ്പോൾ അദ്ദേഹം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രവാസി സമൂഹത്തിലേക്ക് കൺവേ ചെയ്യുന്നതിന് അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ചില സംശയങ്ങളുണ്ട്, അതൊക്കെ അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നതാണ്. ലോകത്തിന്റെ പരിഹാരം ക്രിസ്തുമതമാണെന്ന് ആ രീതിയിലുള്ള ചില സംഭവങ്ങളുണ്ട്. അത് അദ്ദേഹം തന്നെ നമുക്ക് വിശദമാക്കി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്രിസ്തുമതമാണോ ലോകത്തിന്റെ പരിഹാരം എന്നുള്ളതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മതം, അത് ലോകത്തിന്റെ പരിഹാരം തന്നെയാണ്. യേശുക്രിസ്തു എന്താണ് നിലപാടാണ്, ആ നിലപാട് ആണ് ലോകത്തിന്റെ പരിഹാരം എന്നുള്ള നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്താ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാര്യം എനിക്ക് അധികം സംസാരിക്കാൻ കഴിയില്ല. എന്നാലും ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടണം. അതിന്റെ കോപ്പിറൈറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല സാറേ, പലർക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പുസ്തകം. എന്തായാലും എല്ലാവരും വായിക്കപ്പെടട്ടെ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ആർക്കും കഴിയട്ടെ. പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നിർത്തുന്നു.